എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ പറയാനായിട്ട് വിചാരിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഇന്ന് ഇപ്പോൾ നടക്കുന്ന നമ്മുടെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം TV ഷോകളുണ്ട്. ആ TV ഷോകളെ കൊണ്ടുള്ള ദോഷഫലങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് ഈ വക TV ഷോകൾ നമ്മളെല്ലാവരും വളരെയധികം ആസ്വദിച്ചിട്ട് കാണുന്നുണ്ട്. ജനങ്ങളെല്ലാവരും വളരെ ആവേശത്തോട് കൂടിയിട്ടാണ് ഈ ഷോകളൊക്കെ കാണുന്നത്. നല്ല കാര്യം, അതിനെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഷോ കാണുമ്പോഴാണ് അവർക്ക് ആ ഷോ വീണ്ടും വീണ്ടും നടത്താനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. നമ്മളത് കാണൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ പരിപാടികൾ അവർ നടത്തില്ല, സമൂഹത്തിന് ഗുണമില്ലാത്ത പരിപാടികൾ നടത്തില്ല. പക്ഷെ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോത്സാഹനം കൊണ്ട് എന്താ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഷോകളിൽ നടക്കുന്ന ഓരോ തരം എന്തെന്നാ പറയുക, സമൂഹത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല നമുക്ക് സാധാരണ രീതിയിൽ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഈ ഷോ മുഖാന്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ പെരുമാറേണ്ടത്, ഇങ്ങനെയൊക്കെ പെരുമാറിയാലാണ് വലിയൊരാളാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ ഇടപെടേണ്ടത്, അങ്ങനെയൊക്കെയുള്ളൊരു ഒരു മോശം മെസ്സേജ് ഇതിലെ കൂടെ വരുന്നുണ്ട്. അതിപ്പോൾ മോശം മെസ്സേജ് വന്നുകൊണ്ട് വിരോധമില്ല, അത് ചെറിയ കുട്ടികളിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. വലിയവരാണെങ്കിൽ ഓക്കെ, നമുക്കതിൽ നിന്ന് നല്ലതും ചീത്തയൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ നമുക്ക് വലിയ മുതിർന്നവർക്കുണ്ട്, എല്ലാവർക്കും ഇല്ല, അത് വേറെ വശം. ഇത് ഒരു ഹീറോയിസായിട്ട് കൊണ്ട് നടക്കണ ആളുകൾ മനസ്സിൽ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അങ്ങനത്തെ രീതിയിൽ കണ്ടറിഞ്ഞ് അത് ഉള്ളിൽ വെച്ച് നടക്കണവരും ഉണ്ട്. പക്ഷെ ഇങ്ങനെയല്ല. അത് ഇങ്ങനെ ഇതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുട്ടികൾക്കാണത് ഈ ദോഷം കൂടുതൽ നമ്മൾ കാണുന്നത്. മുതിർന്നവരെ വിടുക, അവർക്ക് ബുദ്ധിയും ബോധമുള്ളവരാണ്, അവരറിയുന്നുണ്ടെങ്കിൽ അവരതിനനുസരിച്ച് പെരുമാറിക്കോട്ടെ, അതിൽ നിന്ന് മനസ്സിലാക്കിക്കോട്ടെ, കുഴപ്പമില്ല. അതിനൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവരൊക്കെ 10, 20, 25 വയസ്സായവരെയൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല. അവർക്ക് ഇഷ്ടമുള്ള ഷോ കണ്ടോട്ടെ, നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ കുട്ടികളെ അത് കാണണ്ടേന്ന് നമുക്ക് മുതിർന്നവർക്ക് തീരുമാനിക്കാം, അച്ഛനമ്മമാർക്കൊക്കെ തീരുമാനിപ്പിക്കാം. കുട്ടികളത് കാണണോ വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. അതായത് കുട്ടികളെ വളരെ മോശമായ രീതിയിലാണ് ഈ ഷോ ബാധിക്കുന്നത്. ഈ ഷോയിൽ നടക്കുന്നത് എന്താ, ഈ ഷോയിലെ ഓരോ സംഭവങ്ങളും നടക്കുമ്പോൾ അത് ഒരു ഷോയായിട്ട് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അങ്ങനെയല്ല ഇപ്പോഴത്തെ സമൂഹം അതിനെ കാണുന്നത്. ഇതാണ് ശരി, ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളൊരു സന്ദേശമാണ് അവർ അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു മോശം പ്രവണതയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ കേസിലേക്ക് വരുമ്പോൾ, കുട്ടികൾ ഇത് കണ്ട്, കുട്ടികൾ ഇതാണ്, ചെറിയ മനസ്സാണ് അവരുടെ മനസ്സിൽ വേറെ ഒന്നുമില്ല. അവർ എല്ലാതും പഠിച്ച് അറിഞ്ഞ് വരുന്ന പ്രായത്തിൽ ഇത്തരം ഷോകളിൽ ഇത്തരം ഹീറോയിസങ്ങളും ഇത്തരം പ്രവൃത്തികളും ഇത്തരം സംസാരങ്ങളും ഇത്തരം അസഭ്യവർഷങ്ങളും ഇത്തരം രീതിയിലുള്ള ഇതൊക്കെ കാണുമ്പോൾ ഈ കുട്ടികൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്, ഇതൊക്കെയാണ് ശരി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ധാരാളം കയ്യടിയും കിട്ടുന്നുണ്ട്. മുതിർന്നവർ അവരെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു, അവൻ ചെയ്താണ് ശരി അല്ലെങ്കിൽ അവൾ ചെയ്താണ് ശരി എന്നൊക്കെ പറഞ്ഞ് അടിച്ച് ജയിക്കുന്നവരാണ് നല്ലത് എന്നുള്ള രീതിയിലാണ് കുട്ടികൾ ഈ ഷോ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളിൽ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ വളർന്നു വരുമ്പോഴും ഇവരുടെ ഉള്ളിലും ഇവർ പെരുമാറുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർ ഇങ്ങനത്തെ രീതിയിൽ പെരുമാറിയാലാണ് ഞങ്ങൾക്ക് കയ്യടി കിട്ടുള്ളൂ, ഇതാണ് ഹീറോയിസം എന്നുള്ളൊരു സന്ദേശമാണ് ഈ കുട്ടികൾക്ക് ഇതുകൊണ്ട് കിട്ടുന്നത്. അപ്പം നമ്മൾ മുതിർന്നവർ അത് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ, ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ആളുകളാണ് അവർ. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. അപ്പോൾ ഇന്നത്തെ കുട്ടികളുടെ ഉള്ളിൽ അവരുടെ അടിത്തറ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ രീതിയിലൊക്കെയാണ് അവർ പഠിച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭാവിയിലുള്ള പൗരന്മാരുടെ അവസ്ഥ എന്താവും, ഇവർ മുതിർന്ന പൗരന്മാരായി കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താവും എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ചിലപ്പോൾ ഒരു മറുവശം ഉണ്ടാവും, അതൊരു ഷോയല്ലേ, അല്ലെങ്കിൽ അത് TV-യിലത്തെ സീരിയലോ ഷോകളോ ഒക്കെയല്ലേ, അതിപ്പോൾ കണ്ടിട്ട് അത് ഉൾക്കൊള്ളേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന്. പക്ഷെ നമ്മൾക്ക് വലിയവർക്ക് അതൊക്കെ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു 10-90% ആളുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഷോ ആയിട്ട് കാണും.
വലിയവരിലും ഉണ്ട്, ഒരു ചെറിയ ശതമാനം ഉണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറണം, ഇതൊക്കെയാണ് ഹീറോയിസം എന്ന് ആലോചിച്ച് വയ്ക്കുന്ന ആളുകൾ വലിയവരിലും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച്, വലിയവരുടെ കേസ് നമുക്ക് വിടാതെ എന്തെങ്കിലും ആയിക്കോട്ടെ, അവർക്കൊക്കെ അറിവുള്ളവരാണ്, അവർ വേണോ വേണ്ടോ അത് അവർക്ക് തീരുമാനിക്കാം, വെക്കണോ വേണ്ടോ എന്നുള്ളത്. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭാവിയിൽ ഈ കുട്ടികൾ ഈ രീതിയിലാണ് പെരുമാറുക. ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, എല്ലാവരും ഇങ്ങനെ തന്നെ ആയി കഴിഞ്ഞാൽ പൊതുസമൂഹം അതപ്പതിക്കാൻ ഇനി വേറെ എന്തെങ്കിലും വേണമെന്ന് എനിക്ക് തോന്നണില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പരമാവധി കുട്ടികളെ ഇതിൽ നിന്ന് ഒഴിവാക്കുക, മുതിർന്ന ആളുകൾ കണ്ടോട്ടെ. ഇപ്പോൾ ഒരു കുട്ടി നോക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ എങ്ങനെയാണ് നേരിടുന്നതെന്ന് കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളത് മനസ്സിലാക്കണില്ല. പക്ഷെ കുട്ടികളത് ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് അത് വളരെ സൗമ്യമായ രീതിയിൽ പറഞ്ഞ് സോൾവ് ചെയ്യുന്നതല്ല കുട്ടികൾ കാണുന്നത്, അത് അടിച്ച് അംഗം വെട്ടി ജയിക്കുന്നതാണ് ഈ കുട്ടികൾ കാണുന്നത്. ഈ ഷോകളിൽ കൂടെ അംഗം വെട്ടി ജയിച്ച് പിടിച്ച് വാങ്ങിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അത് കാണുമ്പോൾ ഈ കുട്ടികൾ നാളെ അവരെങ്ങനെയാണ് ചെയ്യുക? ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് അവർക്കും അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇങ്ങനെ വേണം നമ്മൾ മറ്റുള്ളവരോട് പെരുമാറാൻ എന്നുള്ളതാണ് ഈ കുട്ടികൾക്കും അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ അതിൽ നിന്ന് മാറ്റി നിർത്തണം. കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനുള്ളൊരു പക്വത വരാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പോട്ടെ, പക്വത ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അവർ തെറ്റും ശരി അവരൊന്ന് തിരിച്ചറിഞ്ഞോളൂ എന്ന് വിചാരിക്കാം. പക്ഷേ ഇതല്ല, കുട്ടികൾക്ക് അതിനുള്ളൊരു പക്വതയായിട്ടില്ല. അപ്പോൾ ആ പക്വത ഇല്ലാത്ത കുട്ടികളെ നമ്മൾ പക്വത ഇല്ലാത്ത പ്രായത്തിൽ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടും കേട്ട് അവർ പഠിച്ച് അവർ സമൂഹത്തിൽ വലിയൊരു വിപത്തായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വേണം അവരെ മാറ്റി നിർത്താനായിട്ട്. നമ്മുടെ വീട്ടിലത്തെ മുതിർന്ന ആളുകൾ അതിൽ നിന്ന് അവരെ മാറ്റി നിർത്തണം. അപ്പോൾ നമ്മൾ മുതിർന്ന ആളുകൾ കാണുമ്പോൾ അവരും കാണും, അപ്പോൾ നമ്മളും അതിൽ നിന്ന് മാറി നിൽക്കണം. നമ്മുടെ കുട്ടികളെ നല്ല വഴിക്ക് നമുക്ക് നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ഈ വക പരിപാടികളിൽ നിന്ന് വളരെ ഇതായിട്ട് നമ്മൾ മാറി നിൽക്കണം. കുട്ടികളില്ലാത്ത നേരത്ത് നമുക്ക് കണ്ടോളൂ, കുഴപ്പമില്ല. പക്ഷെ കുട്ടികളുള്ള നേരത്ത് ഫാമിലിയിൽ എല്ലാവരും കൂടിയിരുന്ന് ഇതിനെ വിമർശിച്ച് ഇതിന് കുറ്റമൊക്കെ നമ്മളതിനെ പറ്റിയുള്ള ചർച്ചകൾ നടത്തുന്നത് ഈ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ഇങ്ങനെ അടിച്ച് ജയിച്ച് തല്ലുകൂടി പിടിച്ച് വാങ്ങി മറ്റൊരാളെ കരയിപ്പിച്ച് വിഷമിപ്പിച്ച് വേദനിപ്പിച്ച് ഒക്കെ ചെയ്യുന്ന പ്രവൃത്തിയാണ് നല്ല ഹീറോ. ആ ആളാണ് ഹീറോ. അങ്ങനെ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് ഹീറോ എന്നുള്ളൊരു തെറ്റായ സന്ദേശം ഈ കുട്ടികൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഒരു ഷോകളിൽ നിന്ന് കുട്ടികളെയെങ്കിലും നമ്മൾ മാറ്റി നിർത്തണം. വേറെ ഒന്നുമല്ല, കുട്ടികൾക്ക് അതിനെ പറ്റിയിട്ട് അറിയാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ ഷോകളെയും നമ്മൾ അടച്ചു കുറ്റം പറയാൻ പറ്റില്ല. ജനങ്ങൾ കാണുന്ന ഷോകൾ വീണ്ടും വീണ്ടും നാളെയും വന്നുകൊണ്ടിരിക്കും. ഇതിന് ധാരാളം പ്രേക്ഷകരുള്ളത് കൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടോളൂ, വിരോധമൊന്നുമില്ല. പക്ഷേ കുട്ടികളെ നമ്മൾ മാറ്റി നിർത്തണം. കുട്ടികൾക്ക് അതിനുള്ളൊരു അറിവ്, പ്രായം, മാനസിക പക്വതയും വരാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഇതൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ചെയ്യണം കേട്ടോ. ശരി, ബൈ.